തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി വിവാദത്തിൽ കേസെടുത്ത് പോലീസ്. സമാധി സ്ഥലത്തേക്ക് അച്ഛൻ നടന്നാണ് പോയതെന്ന മകന്റെ മൊഴിക്കെതിരെ അയൽവാസികൾ മൊഴി നൽകി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നെന്നാണ് മൊഴി. മൃതദേഹം അടക്കിയ കല്ലറ പൊളിക്കുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. അയൽവാസിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വീട്ടിൽ നിന്ന് നടന്നുപോയി സമാധി സ്ഥലത്ത് ഗോപൻ സ്വാമി ഇരുന്നെന്ന മകന്റെ വാദം വിശ്വസനീയമല്ലെന്നാണ് മൊഴി. രോഗിയായ ഗോപൻ സ്വാമി 6 മാസമായി കിടപ്പിലാണ്. പിന്നെ എങ്ങനെ നടന്നു പോകുമെന്നാണ് ചോദ്യം. അയാളെ കിടപ്പാണ്. യവന്മാർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അയാൾ ചാവാൻ പോണതിന് മുമ്പേ പൂജ ചെയ്ത് പിന്നെ അവിടെ ചെന്ന് ഇരുത്തി കുളിപ്പിച്ച് അവിടെ കൊണ്ടിരുത്തിയെന്ന് പറഞ്ഞാൽ അയാൾ ഇതൊന്നും സത്യമുള്ള കാര്യമില്ല. അയാൾ കിടപ്പാണ്. അയാൾ വെളിയിൽ സൂര്യോദയം കാണാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ കിടന്ന ആളാണ്. യവന്മാർ ഒരു ചാവാൻ പോണ ഒരാളെ ഷുഗറിൻ്റെ BP-നും ഗുളിക കഴിച്ചിട്ടാണ് ചാവണത്. പോലീസിന് മൊഴി കൊടുത്തത് എങ്ങനെയാണ് സാറേ പറഞ്ഞത്? ഇന്നലെ മൊബൈലൊക്കെ ഒന്ന് കേട്ട് ഞങ്ങൾ വന്ന് ചിരിച്ചു പാടുന്നു. BP-യുടെയും ഷുഗറിൻ്റെയും ഗുളികയും കഴിച്ചും കൊണ്ട് പുതിയ ഉടുപ്പും മുണ്ടോ കിട്ടുമ്പോഴാണ് എൻ്റെ അച്ഛൻ അവിടെ പോയിരുന്നതെന്ന്. ദുരൂഹത നീക്കാൻ സമാധിസ്ഥലം പൊളിച്ച് പരിശോധന നടത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കളക്ടറുടെ ഉത്തരവ് ഉടനെയുണ്ടാകും. മരണകാരണം ബോധ്യപ്പെടാൻ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തേണ്ടിവരും. ഗോപൻ സ്വാമിയുടെ വീട്ടിലുള്ള 4 അംഗങ്ങൾക്ക് പുറമെ മറ്റു ബന്ധുക്കളാരും അന്വേഷണത്തോട് ഇതുവരെ സഹകരിച്ചിട്ടില്ല. നാട്ടുകാർ മാത്രമാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയതും പരാതി നൽകിയിട്ടുള്ളതും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.